നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമുള്ള സംഭാവന അയക്കണം, അതുപോലെ തന്നെ പരസ്യങ്ങൾ തരണം. സബ്സ്ക്രിപ്ഷനാണ് വളരെ പ്രധാനം. ഒരു ചാനലിനെ സംബന്ധിച്ച് സബ്സ്ക്രിപ്ഷൻ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി സുഹൃത്തുക്കളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതൊരു നിങ്ങൾക്കൊരു ചിലവില്ലാതെ ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. DA സംബന്ധിച്ച് നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ DA അനുവദിച്ചു, ഒരു DA എങ്കിലും അനുവദിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വിഷയം നമ്മൾ അവതരിപ്പിച്ചു. അവർക്ക് 1 മാസത്തെ കൊടുത്തു, 2 മാസത്തെ കൊടുക്കണമെന്നാണ് നമ്മൾ ഡിമാൻഡ് ചെയ്തത്. നമ്മൾ മുന്നോട്ട് വെച്ച ആശയം. പക്ഷേ 1 മാസത്തെ കൊടുത്തു. ഇങ്ങനെ ഓരോ വിഭാഗം ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ല കൊടുക്കുന്നത്. പക്ഷേ ഇതും ഒരൊന്നിന് ഒരു തള്ള്. ഒരു കാര്യം ഗവൺമെൻറ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഫയൽ പെൻഡിങ്ങിലിരിക്കുന്നു. നമ്മളുടെ കൂടെ ഒരു നടപടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചാനലിൽ വരുമ്പോൾ അതിനൊരു തള്ളുണ്ടല്ലോ. അങ്ങനെയാണല്ലോ, ഒരാൾ മുകളിലോട്ട് കയറാൻ പോകുമ്പോൾ വെയിറ്റ് പിടിച്ച് താഴോട്ട് വരികയാണെങ്കിൽ ഒരു തള്ളു കൊടുക്കുക. അത്രയേ ഉള്ളൂ സുഭാഷിതം ചാനലിനെ സംബന്ധിച്ച്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ 2-3 ദിവസമായിട്ട് ആ വീഡിയോ അത്തരം വിഷയം എടുത്തിട്ടില്ല. അങ്കണവാടികളുടെ സംബന്ധിച്ച് വർക്കർമാർ, ഹെൽപ്പർമാർ, പെൻഷൻകാരെ സംബന്ധിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സുഭാഷിതം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ മലയാളി ന്യൂസും മുന്നോട്ട് പോകുന്നത്. ഞങ്ങളൊരു സംഘം തന്നെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് അങ്കണവാടി ഫ്രീഡം ഫോറം എന്നാണ്. ആ പേരൊക്കെ ചിലപ്പോൾ ഒന്ന് മാറാം. ഒരു കൂട്ടായ്മയാണ്. അതിനെ സംബന്ധിക്കുന്ന ചില വിവരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ ആദ്യം സംസ്ഥാന തലത്തിലായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പക്ഷേ ആളുകളുടെ എണ്ണം ബാഹുല്യം ഇങ്ങനെ വളരെ അധികം വന്നതുകൊണ്ട് ഞങ്ങൾ ജില്ലാ തലത്തിലേക്ക് ഗ്രൂപ്പുകളാക്കി, 14 ജില്ലയ്ക്കും ഗ്രൂപ്പുകളാക്കി. ഞാൻ അഡ്മിനായി, പിന്നെ കുറേ അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാരും അഡ്മിന്മാരായിട്ടുള്ള 14 ജില്ലാതല ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ പെൻഷൻകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ അഡ്മിൻസ് എല്ലാം അവർ തന്നെയാണ്. ഞാനും കൂടി അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം. ഞാൻ ഇതിൻ്റെ താൽക്കാലികമായി ഇതിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ അഡ്വൈസറുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ അങ്കണവാടി ഫ്രീഡം ഫോറത്തിൻ്റെ അത് മാറും. ഇപ്പോൾ താൽക്കാലികം തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഞാനാണത് ലീഡ് ചെയ്യുന്നത്. ഞങ്ങളൊരു ചെറിയ സംഘം അതിൻ്റെ കൂടെയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാരെ വളരെ കൃത്യമായി അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഡീസൻ്റായി ആർട്ടിക്കിൾ 21 പറയുന്നതനുസരിച്ച് ഡീസൻ്റായി ജീവിക്കുവാനുള്ള, ഡിഗ്നിറ്റിയോടുകൂടി അന്തസ്സായി ജീവിക്കുവാനുള്ള ശമ്പളം കിട്ടണം, ആനുകൂല്യങ്ങൾ കിട്ടണം. പീഡനങ്ങളില്ലാതെ വളരെ ഒരു മാന്യമായ വനിതയായി ജീവിച്ച് മരിച്ചു പോകണം. അതാണ് നമ്മൾക്ക് ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തെ അജണ്ട, പെൻഷൻ പറ്റിയവരെ സംബന്ധിച്ചിടത്തോളം സേവന വേതന വ്യവസ്ഥ ഒരുപാട് കൂട്ടാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ പെൻഷൻ, മാന്യമായ പെൻഷൻ അവർക്ക് കിട്ടണം. പിന്നെ പെൻഷൻ പെൻഡിങ്ങുള്ള കുറച്ച് ആളുകളുണ്ട്. അവരുടെ പെൻഷൻ പെൻഡിങ് മാറിക്കിട്ടണം. പിന്നെ ഗ്രാറ്റുവിറ്റി, ലീവ് സറണ്ടർ, അവരുടെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ, പിന്നെ ക്യാൻസർ രോഗം വന്നത്, ബ്രസ്റ്റ് റിമൂവൽ, ഇങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. അതിന് ഞങ്ങളെക്കാൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ 3-4 കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫയലുകളുണ്ടെങ്കിൽ ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മുടെ ഒരു ചെറിയ സംഘമുണ്ട്. അവർ പോയി സെക്ഷനും അവിടെ ഇവിടെയൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. നിയമപരമായി കോടതികളിലെ പേപ്പറുകൾ ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. കേസിൻ്റെ പേപ്പറുകളൊക്കെ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് പേർ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പറുകളൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കും. നേരിട്ട് ഇപ്പോൾ കേസിനൊന്നും പോകുന്നില്ല, പക്ഷേ സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റ് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ പീഡനം എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയങ്ങൾ. അതിന് എന്താണ് നമുക്ക് സഹായിക്കാൻ പറ്റുക? ഇതൊക്കെയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വിഷയങ്ങൾ. ഇതിൽ ഞങ്ങൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ 1-2 ഗ്രൂപ്പുകളിലെങ്കിലും 1-2 പേരെങ്കിലും സംശയം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഞങ്ങളെ കൂടെ നിൽക്കുന്ന ടീമിന് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. ചിലപ്പോൾ അവർക്ക് കൂട്ടായ രാഷ്ട്രീയം, അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യം. അതുപോലെ ഈ ഗ്രൂപ്പിൽ ഒരുപാട് വിവിധ യൂണിയനിൽപ്പെട്ട സാധാരണ പ്രവർത്തകർ വന്നിട്ടുണ്ട്. ചില നേതാക്കളെങ്കിലും വന്ന് നോക്കിയിട്ട് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട്. ചിലർ തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് ആരുടെയും പേരറിയില്ല. അതാണ് ഈ ആളുകൾ വന്നാൽ അവർ ലിങ്ക് തയ്യാറാക്കി കൊടുക്കുന്നു, ജില്ലകളിൽ ആളുകൾ ജോയിൻ ചെയ്യുന്നു. അതുകൊണ്ട് അവൻ്റെ പേരറിയാൻ കഴിയുന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എല്ലാ പാർട്ടിയിലുള്ളവരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. വളരെ കൃത്യമായി ഇതിനൊരു സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും കൃത്യമായ ഒരു സംവിധാനം ഉണ്ടായിരിക്കും. വളരെ കൃത്യമായൊരു ബയല ഉണ്ടായിരിക്കും. കൃത്യമായിട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇതിൻ്റെ പേരിൽ ഒരാളിനെയും പിരിക്കാനൊന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരാളും അങ്കണവാടി ഫ്രീഡം ഫോറത്തിൻ്റെ പേരിൽ ആരിൽ നിന്നും ഒരു പൈസ പോലും പിരിക്കരുത്. ഒരു പിരിവും മെമ്പർഷിപ്പ് ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെപ്പോഴെങ്കിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പരസ്യമായി പറഞ്ഞ് വീഡിയോയിൽ കൂടെ തന്നെ ചെയ്യും. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കഴിഞ്ഞ 1-1.5 മാസത്തിന് മുമ്പ് 2023, 24, 25 വർഷങ്ങളിൽ പെൻഷൻ പറ്റിയവർക്ക് അംശാദായം എന്നുള്ള നിലയിൽ അവരുടെ പെൻഷൻ ബെനിഫിറ്റ്സുകൾ കൊടുക്കാതിരിക്കുകയായിരുന്നു. അത് കിട്ടുന്നതിന് വേണ്ടി 12 കോടി 30 ലക്ഷം രൂപയോ മറ്റോ ആണ്, അതോ 60 ലക്ഷമോ
അത്തര രൂപ 12 കോടിയിൽ പരം രൂപയ്ക്ക് ഒരു പ്രപ്പോസൽ അംഗനവാടി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പോയിരുന്നു. ആ പ്രപ്പോസലിൽ അത്യാവശ്യം ഫോളോ അപ്പ് ഞാൻ നടത്തിയിരുന്നു. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് വിവരങ്ങളൊക്കെ കിട്ടിയത്. സെക്രട്ടേറിയറ്റിൽ പോയിട്ട് വിവരങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ചെറിയ ഫോളോ അപ്പ് നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ യൂണിയൻകാരും അവരുടെ ഫോളോ അപ്പ് നടത്തി കാണും. INTUസിക്കാർക്ക് ഫോളോ അപ്പ് നടത്താൻ പ്രയാസമുണ്ട്. കാരണം അവർ ഭരണകക്ഷിയല്ല, അവർ പുറത്തു നിന്ന് സമരം ചെയ്ത് കാണും. എന്തായാലും ഒരു കാര്യം പറയാം, പക്ഷേ ഒരു സമരത്തിലും 3-4 സമരം ഞാൻ കണ്ടിരുന്നു, അത് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നു. ഒരു സമരത്തിലും പെൻഷൻകാരുടെ കാര്യം പറഞ്ഞിരുന്നില്ല. പക്ഷേ കൊടുത്ത നിവേദനത്തിൽ ചിലപ്പോൾ കാണും, നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ ദയവായി അത് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് കൊടുക്കണം. എന്തായാലും ഒരാളും വർക്കർമാർ ഹെൽപ്പർമാരുടെ കാര്യം പറഞ്ഞതല്ലാതെ പെൻഷൻകാരുടെ കാര്യം പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് 300 പേരുടെ പെൻഷൻ കട്ടായിരിക്കുന്ന കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതൊരു വിഷയം. രണ്ടാമത്, ഇത് വന്നതിന് ശേഷം ഞങ്ങളാണിത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വിവിധ ഭരണകക്ഷി യൂണിയനുകളുടെ പോസ്റ്റർ ഇറങ്ങുന്നു, വാട്സപ്പ് മെസ്സേജ് ഇറങ്ങുന്നു, സന്ദേശം ഇറങ്ങുന്നു. അതൊക്കെ നടക്കട്ടെ, നമുക്കതിനകത്തൊന്നും ഒരു അഭിപ്രായമില്ല. അത് ആര് കെട്ടിയാലും ഈ പൂച്ചയ്ക്ക് മണി കെട്ടിയാൽ മതി. പിന്നെ ഒരു വാട്സപ്പ് മെസ്സേജ് ഇറങ്ങിയിരിക്കുന്നതിനകത്തൊരു അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിക്കാം. 29-ാം തീയതി പിന്നെ നമ്മുടെ ഹരിത എസ് കുമാർ, അതായത് ICDSൻ്റെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡയറക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ സെക്രട്ടറിയാണ് മീറ്റിംഗ് കത്തയച്ചത്. അതിൽ INTUC, CIT എല്ലാ സംഘടനകളെയും വിളിച്ചിരുന്നു. അവർക്ക് 1.5 മണിക്കൂർ വീതം സമയം കൊടുത്തു. കാര്യം എല്ലാവരും കൂടി ഇരുന്ന് തർക്കിക്കാതിരിക്കാനാണ്. അവർക്ക് സമയം കൊടുത്തു. ആ സമയത്ത് അവരവരുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ പോകുന്നൊരു മെസ്സേജ് 29-ാം തീയതി ഞങ്ങൾ പോയി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മന്ത്രിയുമായി ചർച്ച നടന്നു. 29-ാം തീയതി മന്ത്രിമാരുമായിട്ട് ചർച്ച നടന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. മന്ത്രിമാരെ കണ്ടതായിട്ടും അറിയുന്നില്ല. കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ചർച്ച മന്ത്രി വിളിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റിൽ. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നൊരു കാര്യം, പിന്നെ 29-ാം തീയതി അങ്ങനെ നടന്ന ചർച്ചയിൽ യൂണിയൻകാരും ബന്ധപ്പെട്ടവരും ഏത് യൂണിയൻപ്പെട്ടവരാലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞ് 30-ാം തീയതി അതിന് ഓർഡർ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് ഒരു ലോകത്തും ഒരു ഗവൺമെൻറ്റിലും സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. 1-2 മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഫയൽ പ്രോസസ്സിൽ തീരുമാനമായി. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് അത് 23 വർഷം റിട്ടയർ കൂടി കൊടുക്കാനാണ്. ഇനി 24-25 ഉണ്ട്. അതിനും സർക്കാർ പണം അനുവദിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നടക്കട്ടെ, നമുക്ക് കൂട്ടായി ശ്രമിക്കാം. ക്ഷേമനിധി ബോർഡുകാരുണ്ട്, അവരോട് നമുക്ക് കൂട്ടായി കൈകോർക്കാം. CIT ഉണ്ട്, INTUS ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂട്ടായി കൈകോർക്കട്ടെ, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഞങ്ങളാൽ കഴിയുന്ന അവർ ഉന്തട്ടെ, ഞങ്ങളാൽ കഴിയുന്ന തള്ളു ഞങ്ങൾ തള്ളാം, അല്ലെങ്കിൽ അവർ തള്ളട്ടെ. ഞങ്ങളാൽ കഴിയുന്ന ഉന്ത് ഞങ്ങൾ ചെയ്യാം. എല്ലാവർക്കും അങ്കണവാടി ഫ്രീഡം ഫോറം ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ വന്നാൽ ഞങ്ങളെ ഗ്രൂപ്പുകളിൽ ചേർക്കും. പുതിയ കൂട്ടായ്മയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.